നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സംഗതി അത്ര സിമ്പിളൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ടൈം ബോംബിൻ്റെ മുകളിലാണ് കേരളം ഇപ്പോൾ ഇരിക്കുന്നത്. അതിഥി തൊഴിലാളികൾ എന്ന ലേബലിൽ ഇങ്ങോട്ട് വണ്ടി കയറുന്നവരിൽ ബംഗാളിയും ഒഡീഷക്കാരും മാത്രമല്ല, നമ്മുടെ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറിയ സാക്ഷാൽ ബംഗ്ലാദേശികളും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, തൊണ്ടി സഹിതം പിടികൂടിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും നാവൽ ഇൻ്റലിജൻസും ചേർന്ന് പൊക്കിയത് എത്ര പേരെയാണെന്നറിയാമോ? വ്യാജരേഖകളുമായി സുഖമായി കഴിഞ്ഞുകൂടിയ 16 ബംഗ്ലാദേശികളെ. ഇതൊരു ചെറിയ കളിയല്ല. ഇതിൻ്റെ വേരുകൾ എവിടെ ചെന്ന് മുട്ടുന്നു എന്ന് നോക്കിയാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും. നമ്മുടെ നാടിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ വലിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ അന്തർനാടകങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കൊച്ചി കപ്പൽശാലയിൽ UK വേണ്ടി വലിയൊരു കപ്പലിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിലൊന്നാണ് ഈ ഷിപ്പ്യാർഡ്. ഒരു ദിവസം ഈ കപ്പലിൻ്റെ വലിയൊരു ഉരുക്ക് ഷീറ്റിൽ മൂർച്ചയുള്ള എന്തോ ഒരു വസ്തു വെച്ച് വളരെ ചെറുതായി ഒരാളൊരു വാചകം എഴുതി വച്ചിരിക്കുന്നു: ഐ ലവ് പാകിസ്ഥാൻ. ദേശീയ സുരക്ഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിക്കുന്ന ഇത്തരമൊരു സംഭവം കപ്പൽശാലയ്ക്കുള്ളിൽ നടന്നതോടെ നാവികസേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം കളനിറഞ്ഞു. ദിവസവും 250 മുതൽ 300 വരെ തൊഴിലാളികളാണ് ഈ കപ്പലിൻ്റെ പണിക്ക് വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് രേഖകളിലുള്ളത്. എന്നാൽ ഈ കൂട്ടത്തിൽ രാജ്യദ്രോഹ ചിന്താഗതിയുള്ള ആരെങ്കിലും ഒളിഞ്ഞു കടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ നേവൽ ഇൻ്റലിജൻസ് ഒരു രഹസ്യ ഓപ്പറേഷൻ തുടങ്ങി. ആ അന്വേഷണമാണ് ഒടുവിൽ കേരളത്തിലെ വലിയൊരു ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ റാക്കറ്റിൻ്റെ തലപ്പത്തേക്ക് ചെന്നെത്തിയത്. നാവികസേന കൈമാറിയ അതീവ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എറണാകുളത്ത് വലവിരിച്ചത്. കൃത്യമായ നിരീക്ഷണത്തിനൊടുവിൽ അവർ ചെന്നെത്തിയത് തൃപ്പൂണിത്തറ, എരൂർ, കോഴിവെട്ടുവിളയിലെ 2 വാടക വീടുകളിലാണ്. പുറം ലോകത്തിനു മുന്നിൽ ഇവർ കൊച്ചി ഷിപ്പ്യാർഡിലും മറ്റും നിർമ്മാണ മേഖലകളിലും പണിയെടുക്കാൻ വന്ന പാവം അതിഥി തൊഴിലാളികളായിരുന്നു. എന്നാൽ പുലർച്ചെ ATS സംഘം ഈ വീടുകൾ വളഞ്ഞ് ഇവരെ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഉദ്യോഗസ്ഥർ പോലും അന്തം വിട്ടുപോയത്. പിടിയിലായ 16 പേരുടെയും പക്കൽ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന ആധാർ കാർഡുകളും വോട്ടർ ID-കളും ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിലെ വിലാസങ്ങളിലാണ് ഇവ ഉണ്ടായിരുന്നത്. വിശദമായ ശാസ്ത്രീയ ചോദ്യം ചെയ്യലിലും വിരലടയാള പരിശോധനകളിലും ഇവർ ബംഗ്ലാദേശ് പൗരന്മാരാണെന്നും ഇന്ത്യൻ അതിർത്തി വഴി അനധികൃതമായി രാജ്യത്തേക്ക് കടന്നവരാണെന്നും വ്യക്തമായി.